ഡോക്ടർ, ഈ ഹെയർ കെയർ, സ്കിൻ കെയർ, ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്സും ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നേരത്തെയൊക്കെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പ്രീ കൺസെപ്ഷണൽ ഏജ് തൊട്ട് നമുക്ക് കുട്ടി ജനിക്കുമ്പോൾ ചെയ്യേണ്ടുന്നത് എല്ലാ പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മെയിൻ്റനൻസ് ആണ്. ആക്ച്വലി ഒരു കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ശരിക്കും ഒരു മെയിൻ്റനൻസ് തന്നെയാണ്. ഇപ്പോൾ സ്കിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻലി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? ക്ലീനിങ്ങും എക്സ്ഫോളിയേഷനുമാണ്. ഒരു പ്രോപ്പർ എക്സ്ഫോളിയേഷൻ വേണം. അതായത് പുറത്തെ നാച്ചുറൽ അല്ലാത്ത ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പോകേണ്ടുന്നതായിട്ടുണ്ട്. ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടുന്നതായിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നാച്ചുറലി സ്കിന്നിന് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ കൂടി കുറച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അതുപോലെ ക്ലെൻസിങ് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള, അതായത് നമ്മളൊരു ആയുർവേദ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള തന്നെ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിലുള്ള എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡ്രൈനെസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഈവൻ നമ്മൾ സോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ. അത് കാരണം കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ ചിലപ്പോൾ വാതപ്രകൃതിയിലൊക്കെയുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ ഡോക്ടറെ ഒന്ന് പ്രോപ്പർലി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് ക്ലീനിങ്ങിന് ഉപയോഗിക്കേണ്ടുന്നത് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ നമുക്ക് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന ചില പ്രൊസീജിയേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമുക്ക് എണ്ണ തേപ്പിൻ്റെ പ്രാധാന്യം നമ്മളെപ്പോഴും പറയുന്നതാണ്, പ്രാധാന്യത്തോടു കൂടി തന്നെ ആയുർവേദത്തിൽ പറയുന്നതാണ്. അപ്പോൾ ആ എണ്ണ തേപ്പ് ഏത് തരത്തിലുള്ള ഓയിലാണ് ഏത് പ്രകൃതിയിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതനുസരിച്ച് വൈദ്യ നിർദ്ദേശപ്രകാരം നമുക്ക് ഓയിൽ ഉപയോഗിച്ചിട്ട് ഡെയിലി മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപക്ഷെ ഡെയിലി മസാജ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ഡേയ്സിലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ സ്നാനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചൂടുവെള്ളം, നമ്മൾ ആചാര്യനെ എപ്പോഴും പറയുന്നുണ്ട്, ഉഷ്ണാമ്പുന അധകായസ്യ പരിശേഖോ ബലാവഹ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അധകായത്തിൽ, അതായത് തലയിലൊഴിച്ച് താഴേക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളം, ഈ ലൂക്ക് വാം വാട്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഉഷ്ണാമ്പു എന്ന് പറയുമ്പോൾ തിളച്ച വെള്ളമല്ല. അപ്പോൾ അതുകൊണ്ടുള്ള വാഷിങ്ങും കാര്യങ്ങളും അത് നമ്മളെ പൊതുവേ ഇൻഫെക്ഷനൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ ഒരു പ്രോപ്പർ ഒരു മെയിൻ്റനൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഹെയറിനാണെങ്കിലും സെയിം തന്നെയാണ്. ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് നമുക്ക്, പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പം ഡാൻഡ്രഫ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന നമുക്ക് തന്നെ ഉണ്ടല്ലോ ഡിവാഷ് പൗഡേഴ്സ് ഒക്കെ ഉണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് പൗഡേഴ്സ് ഉണ്ട്, ഡാൻഡ്രഫ് യൂസ് ചെയ്യുന്ന ഓയിൽസ് ഉണ്ട്, നമ്മുടെ തന്നെ നിരവധി ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഓരോരുത്തർക്കും എന്തിനാ ഈ മൾട്ടിപ്പിളായിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും ഓരോ പ്രകൃതിയിലുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആകുന്നത്, അവരുടെ സ്കാൽപ്പിൽ ഇപ്പോൾ ഡ്രൈനെസ് ആണോ അവരുടെ കണ്ടീഷൻ, അവർക്ക് എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം, ചില കുരുക്കൾ വരുന്നുണ്ട്, അത് അരുംഷിക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്, അങ്ങനെ എന്താണ് അവരുടെ കണ്ടീഷൻ എന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമുക്ക് അതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ആൻറ്റി ഏജിങ്ങിന് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായും സ്വീകരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സാണ് രസായന ചികിത്സ എന്ന് പറയുന്നത്. രസായന ചികിത്സ വളരെ പ്രാധാന്യത്തോടു കൂടി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിനി ഒരു വീഡിയോയിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. രസായന ചികിത്സ എന്ന ഒരു വലിയ ടോപ്പിക്ക് തന്നെയാണ്. ശരിക്കും ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള രസായനങ്ങൾ ശീലിക്കണം, എന്താണ് നമ്മൾ കുടിപ്രവേശികമായിട്ടൊരു രസായനം ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മളല്ലാതെ നിത്യരസായനമായിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ രസായന ചികിത്സയുടെ ഭാഗമായിട്ട് അതൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യോഗ, മെഡിറ്റേഷനൊക്കെ സ്ഥിരമായിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. കൂടാതെ വ്യായാമം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, കാരണം നമുക്ക് എൻഡോർഫിൻസ് ഒക്കെ, നല്ല ഹാപ്പി ഹോർമോൺസ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല സ്ലീപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള നല്ല ഹോർമോൺസ് ആണ് കിട്ടുന്നത്. നമുക്ക് കോർട്ടിസോണിൻ്റെ ഒക്കെ റിലീസ് കുറയ്ക്കും ബോഡിയിൽ. അപ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽത്തി മൈൻഡും ബോഡിയും അതുപോലെ സോഷ്യൽ ഹെൽത്തും എല്ലാം മെയിൻറ്റെയിൻ ചെയ്താണല്ലോ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ സൈഡും മെൻ്റൽ സൈഡും എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ കൂടുതലും മൊത്തത്തിൽ സ്കിന്നിനും ഒക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. നമ്മൾ ഈ അഭ്യംഗമൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്താണ് ബെനിഫിറ്റ്? സർക്കുലേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ സ്കിന്നിന് ആ ഒരു ഗ്ലോ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ യോഗ, മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്കത് കൂടുതൽ മൈൻഡിനെ കാമാക്കിയൊക്കെ ഇതെല്ലാം കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല ഇത്തരത്തിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശീലിച്ചുകൊണ്ട് നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിൽ ആയുർവേദത്തിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.